ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് മോട്ടോർ സിസ്റ്റം അല്ലെങ്കിൽ മോട്ടോർ പാത്വേസ് എന്ന് പറയും. അപ്പോൾ മോട്ടോർ പാത്വേസിലേക്ക് കിടക്കുന്നതിന് മുന്നേ എന്താണ് മോട്ടോർ സിസ്റ്റം എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. സോ ഇറ്റ് കൺട്രോൾസ് ദി ആക്ടിവിറ്റീസ് ഓഫ് സ്കെലിറ്റൽ മസിൽസ് ഓഫ് ദി ബോഡി. ഇപ്പോൾ മോട്ടോർ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ സ്കെലിറ്റൽ മസിൽസിനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പോൾ സ്മൂത്ത് മസിൽസ് ഉണ്ട്, കാർഡിയക് മസിൽസ് ഉണ്ട്. അവരെ കൺട്രോൾ ചെയ്യുന്നത് ആക്ച്വലി വേറെ ഒരു ഇതാണ് സിസ്റ്റം അല്ലെങ്കിൽ വേറെ പാത്വേ ആണ്. അപ്പോൾ അത് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ഇപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്ന സ്കെലിറ്റൽ മസിൽസിൻ്റെ ഇതിനെ പറ്റിയിട്ടാണ്, മൂവ്മെൻറ്റ്സിൻ്റെയും അല്ലെങ്കിൽ അതിൻ്റെ കൺട്രോളിനെയൊക്കെ പറ്റിയിട്ടാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, what are the motor activities brought about by the skeletal muscles? അതായത് സ്കെലിറ്റൽ മസിൽസ് എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഇനി ഈ സ്കെലിറ്റൽ മസിൽസിൻ്റെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ മൂവ്മെൻറ്റിനെ ഒക്കെ നമ്മൾ മോട്ടോർ ആക്ടിവിറ്റി എന്നാണ് പറയുക. കാരണം മോട്ടോർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ബ്രെയിനിലേക്ക് ചെന്നിട്ടുള്ള എന്തെങ്കിലും ഒരു സ്റ്റിമുലേഷൻ്റെ റെസ്പോൺസ് ആയിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ ആ റെസ്പോൺസ് മസിൽസിൻ്റെ കൺട്രാക്ഷൻ, അതിൽ കൂടെ ആ മസിലിൻ്റെ മൂവ്മെൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ആക്ടിവിറ്റീനെയാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസിനെ നമ്മൾ മോട്ടോർ ആക്ടിവിറ്റീസ് എന്ന് പറയും. നേരെ മറിച്ച് നമ്മളിതിന് മുന്നേ സെൻസറി സിസ്റ്റം അല്ലെങ്കിൽ സെൻസറി ട്രാക്സിനെ പറ്റിയിട്ട് പഠിച്ചിട്ടുണ്ട്. സെൻസേഷൻസിനെ ബ്രെയിനിലേക്ക് കൊടുക്കുന്ന ട്രാക്റ്റുകൾ. അതിൽ ലാറ്ററൽ സ്പൈനോതലാമിക് ട്രാക്ട്, ആൻറ്റീരിയർ സ്പൈനോതലാമിക് ട്രാക്ട്, പോസ്റ്റീരിയർ കോളം പാത്വേ, ഇങ്ങനെയുള്ള ട്രാക്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചെങ്കിൽ ആ ട്രാക്റ്റുകൾ നമ്മുടെ ബോഡിയിൽ നിന്ന് അറൈസ് ചെയ്യുന്ന എന്തെങ്കിലും സെൻസേഷൻസിനെ ബ്രെയിനിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു സെൻസേഷൻ ബ്രെയിനിൽ എത്തുമ്പോൾ അതിന് തിരിച്ചുള്ള റെസ്പോൺസ് മോട്ടോർ നെർവ്സ് വഴി മസിൽസിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു പാത്വേ കൂടെ സ്കെലിറ്റൽ മസിൽസിൻ്റെ കൺട്രാക്ഷൻ ഉണ്ടാവുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സ്കെലിറ്റൽ മസിൽ കൺട്രാക്ഷൻ ഒരു മോട്ടോർ ആക്ടിവിറ്റി എന്നുള്ള പേരിൽ പറയുന്നത്. സോ എന്തൊക്കെ ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ആണ് സ്കെലിറ്റൽ മസിൽസ് ക്യാരി ഔട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിതിൽ പറയുന്നത്. They are execution of smooth, precise and accurately voluntary movements. അതായത് വളരെ സ്മൂത്തും നല്ല ആക്യുറേറ്റ് ആയിട്ടുണ്ടാവുന്ന മൂവ്മെൻറ്റ്സ്. ദെൻ കോർഡിനേഷൻ ഓഫ് മൂവ്മെൻറ്റ്സ് റെസ്പോൺസിബിൾ ഫോർ സ്കിൽഡ് മൂവ്മെൻറ്റ്സ്. നമ്മൾ പഠിച്ചിട്ടുള്ളതും നമുക്ക് കഴിവുകളുള്ള അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രാക്ടീസ് ചെയ്ത് വെച്ചിട്ടുള്ള മൂവ്മെൻറ്റ്സ് അതിൻ്റെയൊക്കെ കോർഡിനേഷൻ. ആൻഡ് കോർഡിനേഷൻ ഓഫ് മൂവ്മെൻറ്റ്സ് റെസ്പോൺസിബിൾ ഫോർ മെയിൻ്റനൻസ് ഓഫ് പോസ്ചർ ആൻഡ് ഈക്വിലിബ്രിയം. അതായത് ഇപ്പോൾ നമ്മൾ സപ്പോസ് ഒരു സ്ലാൻഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചെരുവുള്ള ഒരു സ്ഥലത്ത് കൂടെ നടന്നു പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടാണ് നടക്കുന്നത്, എന്നാൽ പോലും നമ്മുടെ പോസ്ചർ അതിനനുസരിച്ച് ബാലൻസ് ചെയ്തിട്ടാണ് നമ്മൾ പോകണം. അപ്പോൾ അത്തരത്തിലുള്ള മൂവ്മെൻ്റ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ സ്കെലിറ്റൽ മസിൽസ് ആണ്. അപ്പോൾ സ്കെലിറ്റൽ മസിൽസിന് ആ ഒരു ഹെൽപ്പ് കൊടുക്കുക അല്ലെങ്കിൽ സ്കെലിറ്റൽ മസിൽസിന് ആ ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ടുള്ള എല്ലാ ഇതും പ്രൊവൈഡ് ചെയ്യുന്നത് ഈ പറഞ്ഞ മോട്ടോർ സിസ്റ്റമാണ്. So the voluntary actions and postural movements are carried out, controlled and coordinated by different parts of the nervous system, which is together called the motor system. അപ്പോൾ നമ്മൾ ഈ സ്ലൈഡിൻ്റെ ഈ ഒരു വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കണ്ട സ്ലൈഡിൽ മോട്ടോർ സിസ്റ്റം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മോട്ടോർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജസ്റ്റ് മോട്ടോർ ട്രാക്റ്റുകൾ മാത്രമല്ല, ആ ട്രാക്റ്റിൻ്റെ കൂട്ടത്തിൽ അതിലേക്ക് വേണ്ട ഇൻപുട്ട് അല്ലെങ്കിൽ ആ മോട്ടോർ ട്രാക്റ്റുകൾ എങ്ങനെ ഫങ്ഷൻ ചെയ്യണം എന്നുള്ളതിൻ്റെ ആ ഇൻഫോർമേഷൻസ് എല്ലാം കൊടുക്കുന്ന നെർവസ് സിസ്റ്റത്തിലെ പല ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ആ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ മോട്ടോർ സിസ്റ്റം എന്നുള്ള പേരിൽ പറയുന്നത്. ഇനി ആ മോട്ടോർ സിസ്റ്റത്തിൽ വരുന്ന പാർട്സ് ഏതൊക്കെയാണ്? സോ ഇറ്റ് ഇൻക്ലൂഡ്സ് സ്പൈനൽ കോഡ് ആൻഡ് ഇറ്റ്സ് നെർവ്സ്, ക്രീനിയൽ നെർവ്സ്, ബ്രെയിൻ സ്റ്റെം, സെറിബ്രൽ കോർട്ടെക്സ്, സെറിബെല്ലം ആൻഡ് ബേസൽ ഗാംഗ്ലിയ. അപ്പോൾ സെറിബെല്ലം ബേസൽ ഗാംഗ്ലിയ എന്ന് പറയുന്നത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിൽ മൂവ്മെൻ്റ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സകല കാര്യങ്ങളെയും കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ചെയ്യുന്ന രണ്ട് സ്ട്രക്ചേഴ്സാണ്. അപ്പോൾ അവരെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. അത് അങ്ങനെ തന്നെ അവരുടെ പ്രസൻസിൽ അല്ലെങ്കിൽ അവരിൽ നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻ അനുസരിച്ച് മാത്രമേ ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് നമ്മുടെ ബോഡിയിൽ നടക്കുകയുള്ളൂ. സോ ആ രണ്ട് സ്ട്രക്ചേഴ്സ്, ദെൻ സെറിബ്രൽ കോർട്ടെക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ്, ദെൻ ബ്രെയിൻ സ്റ്റെം എന്ന് പറയുമ്പോൾ മെഡുല്ല, പോൺസ് ആൻഡ് മിഡ് ബ്രെയിൻ, ദെൻ ക്രേനിയൽ നെർവ്സ് ആൻഡ് സ്പൈനൽ കോഡ് ആൻഡ് ഇറ്റ്സ് നെർവ്സ്. ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള സ്ട്രക്ചറിനെയാണ് അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ മോട്ടോർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി എന്താണ് മോട്ടോർ പാത്വേസ്? ഈ പറഞ്ഞ എല്ലാ സ്ട്രക്ചേഴ്സും തമ്മിലുള്ള ന്യൂറോണൽ കണക്ഷൻസ്, അതിനെയാണ് മോട്ടോർ പാത്വേസ് എന്ന് പറയുന്നത്.
So the neuronal connections between these parts of the nervous system which are responsible for motor activities are called motor pathways. അപ്പോൾ ഇവിടുന്ന് എല്ലായിടത്തു നിന്നും കിട്ടുന്ന ഇൻഫോർമേഷൻ സ്പൈനൽ കോഡിൽ വരുന്നു. സ്പൈനൽ കോഡിൽ നിന്ന് അത് ത്രൂ നെർവ്സ് മസിൽസിലേക്ക് എത്തുന്നു. അപ്പോഴാണ് മസിൽസിന് വേണ്ട ഇൻഫർമേഷൻ കിട്ടി അവരതിനനുസരിച്ച് ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ അതിനെയാണ് മോട്ടോർ പാത്വേസ് എന്ന് പറയുന്നത്. ആൻഡ് വിത്ത് ദിസ് വി എൻറ്റർ ഇൻ ടു അവർ ടോപ്പിക്. ഇപ്പോൾ ഇത് കാണിച്ചിരിക്കുന്ന ബേസിക് കോമ്പണൻസ് ഓഫ് മോട്ടോർ സിസ്റ്റം. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ഏതൊക്കെ സ്ട്രക്ചേഴ്സ് ആണ് ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്നുള്ളത്. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് മോട്ടോർ കോർട്ടെക്സ് ആണ്. മോട്ടോർ കോർട്ടെക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ വരുന്ന, അതായത് സെറിബ്രൽ ഹെമിസ്ഫിയറിൽ സെൻസറി ഏരിയ, പ്രൈമറി സെൻസറി ഏരിയ അല്ലെങ്കിൽ പ്രൈമറി സൊമാറ്റോ സെൻസറി ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സെൻസറി നെർവ്സിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സെൻസേഷൻസിൻ്റെ ട്രാക്ട്, സെൻസറി ട്രാക്ട്സിനെ പറ്റി പറയുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ മോട്ടോർ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് മോട്ടോർ കോർട്ടെക്സ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ പ്രൈമറി മോട്ടോർ ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ഒരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ പ്രൈമറി മോട്ടോർ ഏരിയ ഉണ്ട്, പ്രീ മോട്ടോർ ഏരിയ ഉണ്ട്, സപ്ലിമെൻ്ററി മോട്ടോർ ഏരിയ ഉണ്ട്, ഇങ്ങനെ പറഞ്ഞ് 2-4 ഏരിയാസ് ഉണ്ട്. അപ്പോൾ ഈ ഏരിയാസിനെ എല്ലാത്തിനെയും കൂടെ ഒരുമിച്ച് പറയുന്ന പേരാണ് മോട്ടോർ കോർട്ടെക്സ്. സോ മോട്ടോർ കോർട്ടെക്സ് നിന്ന് ആ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ റെസ്പോൺസ് മോട്ടോർ നെർവ്സ് വഴി പാസ് ചെയ്യും. അപ്പോൾ അതിലേക്കുള്ള ഇൻപുട്ട് ബേസൽ ഗാംഗ്ലിയ ആൻഡ് സെറിബെല്ലം ഇത് രണ്ടും കൊടുക്കുകയും ചെയ്യും. അവിടുന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചിട്ടാണ് മോട്ടോർ കോർട്ടെക്സ് അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് ബ്രെയിൻ സ്റ്റെം സെൻറ്റേഴ്സ് ആൻഡ് സ്പൈനൽ കോഡിലേക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ ബ്രെയിൻ സ്റ്റെം സെൻറ്റേഴ്സ് എന്താണ് ഇതിൽ റിലേഷൻ എന്നുള്ളത് നമുക്ക് ഇതിലേക്ക് വരാം. അതിൻ്റെ കൂട്ടത്തിൽ സ്പൈനൽ കോഡിലേക്കും വരുന്നു ആൻഡ് അവിടെ നിന്നും ടു ദി മസിൽസ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കോമ്പണൻറ്റ് സിസ്റ്റം വരുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ മോട്ടോർ സിസ്റ്റം എന്നുള്ള പറയുന്നത്. ഇനി ഇതിൽ മോട്ടോർ കൺട്രോൾ ഹൈറാർക്കി എങ്ങനെയാണ് ഓരോ മൂവ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നൊരു ചെറിയ മൂവ്മെൻ്റ് ആണെങ്കിൽ പോലും, ഇപ്പോൾ ജസ്റ്റ് നമ്മൾ കയ്യിൻ്റെ 2 വിരൽ അനക്കുന്നതോ അല്ലെങ്കിൽ ഒരു വിരൽ അനക്കുന്നതാണെങ്കിൽ പോലും അതിനൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ഉണ്ട്. അതിന് പല പല ഏരിയാസിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അവിടുന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻ അനുസരിച്ച് വേണം അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ മൂവ്മെൻറ്റ് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഹൈറാർക്കി അനുസരിച്ചിട്ടാണ് അത് പോകുന്നത്. സോ ഫസ്റ്റ് ഇസ് ഹൈ ലെവൽ, ദാറ്റ് ഇസ് പ്ലാൻസ് ആൻഡ് എക്സിക്യൂട്ട്സ് സ്ട്രാറ്റജി. എങ്ങനെ വേണം, എങ്ങനെയാണ് ആ മൂവ്മെൻറ്റ് വേണ്ടത് എന്നുള്ളതാണ് ഹൈ ലെവൽ ഏരിയ, കൺട്രോൾ ഏരിയ വരുന്നത്. അപ്പോൾ അതെന്ന് പറയുമ്പോൾ അസോസിയേഷൻ ഏരിയാസ് ഓഫ് ദി സെറിബ്രൽ കോർട്ടെക്സ് ആൻഡ് ബേസൽ ഗാംഗ്ലിയ ദാറ്റ് ഗിവ്സ് ദി ഗോ സിഗ്നൽ. അപ്പോൾ അസോസിയേഷൻ ഏരിയാസ് എന്ന് പറയുമ്പോൾ പ്രീ മോട്ടോർ ഏരിയ, സപ്ലിമെൻ്ററി മോട്ടോർ ഏരിയ അങ്ങനെയൊക്കെ ഉള്ളതാണ് അസോസിയേഷൻ ഏരിയാസ്. അപ്പോൾ അവിടുന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ, അതുപോലെ തന്നെ ബേസൽ ഗാംഗ്ലിയ എന്ന് വരുന്ന ഇൻഫർമേഷൻ, ഇത് രണ്ടും ആണ് എങ്ങനെയാണ് ഒരു മൂവ്മെൻറ്റ് ക്യാരി ഔട്ട് ചെയ്യേണ്ടത് എന്നുള്ള പ്ലാനിങ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് മിഡിൽ ലെവൽ. മിഡിൽ ലെവൽ എന്ന് പറയുമ്പോൾ അവിടെ മോട്ടോർ കോർട്ടെക്സ് ആൻഡ് സെറിബെല്ലം. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ മൂവ്മെൻറ്റ്, ഇപ്പോൾ കയ്യിൻ്റെ ഒരു വിരൽ അനക്കുന്നതാണെങ്കിൽ ആ മൂവ്മെൻറ്റ് എങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളതിൻ്റെ പ്ലാനിങ് ഒക്കെ ചെയ്യുന്നത് ഓൾറെഡി ഹൈ ലെവൽ ചെയ്ത് കഴിഞ്ഞു. ഇനി ആ മൂവ്മെൻറ്റിൽ എന്തൊക്കെ മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെ ടാക്ടിക്സ് ആണ് ഫോളോ ചെയ്യേണ്ടത് അത് തീരുമാനിക്കുന്നത് മോട്ടോർ കോർട്ടെക്സ് ആൻഡ് സെറിബെല്ലം ആണ്. ഫൈനലി അവിടുന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ ലോ ലെവലിലേക്ക് പോകും, ദാറ്റ് ഇസ് ടു ദി ബ്രെയിൻ സ്റ്റെം ആൻഡ് ദി സ്പൈനൽ കോഡ്. അപ്പോൾ അവിടെ ചെന്നിട്ടാണ് ഈ ബ്രെയിൻ സ്റ്റെമെന്നോ സ്പൈനൽ കോഡെന്നോ മസിൽസിലേക്ക് ഓരോ നെർവ്സ് പോകും. ആ നെർവ്സ് ആണ് എന്നിട്ട് ആ പെർട്ടിക്കുലർ മൂവ്മെൻറ്റിനെ ക്യാരി ഔട്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ പ്രോസസ്സും ചെയ്യുന്നത്. അതായത് ഫൈനൽ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് ലോ ലെവലിൽ നിന്നാണ് വരുന്നത്. അപ്പം ഇങ്ങനെ ഒരു പ്രോട്ടോകോൾ ഫോളോ ചെയ്തുകൊണ്ടാണ് നമ്മളുടെ ഓരോ മൂവ്മെൻറ്റും, അത് എന്ത് തരം വോളണ്ടറി മൂവ്മെൻ്റ് ആണെങ്കിലും ഇങ്ങനത്തെ പ്രോട്ടോകോൾ അനുസരിച്ചിട്ടാണ് ആ മൂവ്മെൻറ്റ് നടക്കുന്നത്. So moving on to the motor or descending pathways. അപ്പോൾ എന്താണ് ഇവരെ മോട്ടോർ പാത്വേസ് അല്ലെങ്കിൽ ഡിസെൻഡിങ് പാത്വേസ് എന്ന് പറയാൻ കാരണം? ബിക്കോസ് ദേ ആർ ദി പാത്വേസ് ദാറ്റ് ക്യാരി മോട്ടോർ ഇൻഫോർമേഷൻ ഫ്രം ബ്രെയിൻ ടു ദി സ്പൈനൽ കോഡ്. ഇപ്പോൾ സ്പൈനൽ കോഡിന് ഒബ്വിയസ്ലി അത് മസിൽസിലേക്ക് പോകും. അപ്പോൾ അത് ബ്രെയിനിൽ നിന്ന് സ്പൈനൽ കോഡിലേക്ക് വരുന്നതായതുകൊണ്ടാണ് അതിനെ മോട്ടോർ പാത്വേ അല്ലെങ്കിൽ ഡിസെൻഡിങ് പാത്വേ എന്ന് പറയുന്നത്. നേരെ മറിച്ച് നമ്മൾ സെൻസറി പാത്വേസ് അല്ലെങ്കിൽ എസെൻഡിങ് പാത്വേസ് എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരുന്നു? ഫ്രം ദി സ്പൈനൽ കോഡ് ടു ദി ബ്രെയിൻ ആയിരുന്നു. ഓക്കെ, ഇത് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. അതുകൊണ്ടാണ് അതിനെ മോട്ടോർ ഓർ ഡിസെൻഡിങ് പാത്വേസ് എന്ന് പറയുന്നത്. ആൻഡ് സ്ട്രക്ചറലി
It is classified into two as lateral tracts and medial tracts. അതായത് നമ്മുടെ സ്പൈനൽ കോഡിന്റെ ക്രോസ് സെക്ഷൻ, അതിനെ പറ്റിയിട്ട് മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്രോസ് സെക്ഷനിൽ അതിൻ്റെ ഗ്രേ മാറ്റർ എന്ന് പറയുന്നത് ഒരു എച്ച് ഷേപ്ഡ് ആണ്, അല്ലെങ്കിൽ ബട്ടർഫ്ലൈ ഷേപ്ഡ് ആണ്, അതിന് 3 ഹോൺസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. പോസ്റ്റീരിയർ ഹോൺ, ലാറ്ററൽ ഹോൺ ആൻഡ് ആൻറ്റീരിയർ ഹോൺ. ഈ ഹോൺസിൻ്റെ ഒക്കെ സൈഡിലായിട്ട് ഒരു വൈറ്റ് മാറ്റർ പാർട്ടുണ്ട്, അതിനെ ഫണിക്കുലസ് എന്നും പറയും. സോ ലാറ്ററൽ ഫണിക്കുലസ് കൂടെ പാസ് ചെയ്യുന്ന ട്രാക്റ്റുകളെ നമ്മൾ ലാറ്ററൽ ട്രാക്സ് എന്ന് പറയും. അതേസമയം ആൻറ്റീരിയർ ഫണിക്കുലസ് കൂടെ അല്ലെങ്കിൽ ആ പോസ്റ്റീരിയർ കോളം പാത്വേയുടെ ഇടയിൽ പോസ്റ്റീരിയർ ഹോൺസിൻ്റെ ഇടയിൽ വരുന്ന ഫെസിക്കുലസ് ഗ്രേസിലസ് അല്ലെങ്കിൽ ഫെസിക്കുലസ് ക്യൂനിയേറ്റസ്, ഈ ഏരിയാസ് കൂടെ പാസ് ചെയ്യുന്ന ട്രാക്റ്റുകളെ നമ്മൾ മീഡിയൽ ട്രാക്സ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ ആ ഏത് ഫണിക്കുലസ് ആണോ എടുക്കുന്നത് അതിനനുസരിച്ച് വരുന്ന ട്രാക്റ്റിനനുസരിച്ചാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഫങ്ഷണൽ ക്ലാസിഫിക്കേഷനിൽ ഇറ്റ് ഈസ് ഓഫ് 2 types, pyramidal tracts and extra pyramidal tracts. അപ്പോൾ ഇതിലേക്കാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പിരമിഡൽ ട്രാക്റ്റിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഇൻ സ്പെസിഫിക് അല്ലെങ്കിൽ ടു ബി മോർ സ്പെസിഫിക്, പിരമിഡൽ ട്രാക്റ്റിലെ തന്നെ കോർട്ടിക്കോ സ്പൈനൽ ട്രാക്ട് എന്ന് പറഞ്ഞിട്ടൊരു ട്രാക്ട് ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ മെയിൻ ആയിട്ട് വരുന്ന ഒരു ട്രാക്റ്റ് ആണ്. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. സോ വാട്ട് ആർ pyramidal tracts? They originate in the motor cortex and is concerned with voluntary movements of striated muscles of body and face. അപ്പോൾ വോളണ്ടറി മൂവ്മെൻറ്റ്സ്, നമ്മുടെ എൻറ്റയർ ബോഡിയിൽ വരുന്ന വോളണ്ടറി മൂവ്മെൻറ്റ്സിനെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ട്രാക്റ്റാണ് പിരമിഡൽ ട്രാക്ട് എന്ന് പറയുന്നത്. ഇനി എക്സ്ട്രാ പിരമിഡൽ ട്രാക്ട് എന്ന് പറഞ്ഞിട്ട് വേറെ ഒന്നുണ്ട്. They originate in the brainstem and is concerned with involuntary and automatic control of muscle tone, balance, posture and modulation of motor plans. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഇൻവോളണ്ടറി ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് അതിനെ കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ചെയ്യുന്നതാണ് എക്സ്ട്രാ പിരമിഡൽ ട്രാക്ട്സ്. ദെൻ ഈ ട്രാക്റ്റിൽ, അതായത് ഇപ്പോൾ പിരമിഡൽ ട്രാക്റ്റ് ആയിക്കോട്ടെ എക്സ്ട്രാ പിരമിഡൽ ട്രാക്റ്റ് ആയിക്കോട്ടെ, ഏതിലാണെങ്കിലും വരുന്ന ന്യൂറോൺസ് ഏതാണ്? ഓക്കെ, അത് 2 മെയിൻ ന്യൂറോൺസ് ആണ്. അപ്പം നമ്മൾ സെൻസറി ട്രാക്ട് പഠിച്ചപ്പോൾ അവിടെ 3 ഗ്രൂപ്പ് പറഞ്ഞു. ഫസ്റ്റ് ഓർഡർ ന്യൂറോൺ, സെക്കൻഡ് ഓർഡർ ന്യൂറോൺ, തേർഡ് ഓർഡർ ന്യൂറോൺ എന്ന് പറഞ്ഞിട്ട്. ഫസ്റ്റ് ഓർഡർ ന്യൂറോൺ എന്ന് പറയുമ്പോൾ റിസെപ്റ്ററിന് സ്പൈനൽ കോഡ് വരെ വരും. സെക്കൻഡ് ഓർഡർ ന്യൂറോൺ എന്ന് പറയുമ്പോൾ സ്പൈനൽ കോഡിന്ന് അത് തലാമസ് വരെ പോകും. തേർഡ് ഓർഡർ ന്യൂറോൺ എന്ന് പറയുമ്പോൾ തലാമസിന്ന് അത് പ്രൈമറി സെൻസറി ഏരിയയിലേക്ക് പോകും. അപ്പം അതുപോലെ തന്നെ തിരിച്ചു വരുന്ന ന്യൂറോൺസും ഇതുപോലെ ഇവിടെ 2 കാറ്റഗറിയാണ് വരുന്നത്. അതിൽ ആദ്യം വരുന്നത് upper motor neurons, UMN in the short form പറയും. They arise from the cerebral cortex or brainstem and end in the spinal cord. Then അടുത്തത് വരുന്നത് lower motor neurons, LMN in the short form, arise from the spinal cord and end in the skeletal muscles. അപ്പോൾ cerebral cortex അതായത് മോട്ടോർ കോർട്ടെക്സിൽ നിന്ന് സ്പൈനൽ കോഡ് വരെ ഇൻഫോർമേഷനെ ക്യാരി ചെയ്യുന്ന നെർവ്സിനെയാണ് അല്ലെങ്കിൽ ന്യൂറോൺസിനെയാണ് നമ്മൾ അപ്പർ മോട്ടോർ ന്യൂറോൺസ് എന്ന് പറയുന്നത്. അവിടെ നിന്നും ആ ഇൻഫോർമേഷൻ കളക്ട് ചെയ്തിട്ട് മസിൽസിലേക്ക് കൊണ്ടുപോകുന്ന ന്യൂറോൺസിനെയാണ് നമ്മൾ ലോവർ മോട്ടോർ ന്യൂറോൺസ് എന്ന് പറയുന്നത്. ഇതാണ് 2 കാറ്റഗറി. അപ്പോൾ നമ്മൾ സെൻസറി ട്രാക്കിൽ 3 പറഞ്ഞതുപോലെ മോട്ടോർ ട്രാക്കിൽ 2 മെയിൻ ന്യൂറോൺസ് ആണ് വരുന്നത്. Then coming to the pyramidal tracts. അപ്പോൾ pyramidal tracts എന്നതിന് പേര് വരാൻ കാരണം അതൊരു പിരമിഡൽ ഷേപ്പിലാണ് ഇരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് അതിനെ പിരമിഡൽ ട്രാക്ട് എന്നുള്ളതിൽ പറയുന്നത്. ആൻഡ് അഗെയിൻ പിരമിഡൽ ട്രാക്ട് വീണ്ടും 2 ടൈപ്പ് ഉണ്ട്. ദേ ആർ കോർട്ടിക്കോ ബൾബാർ ട്രാക്ട് ആൻഡ് കോർട്ടിക്കോ സ്പൈനൽ ട്രാക്ട്. ഇതിൽ കോർട്ടിക്കോ ബൾബാർ ട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഫേസിലുള്ള മൂവ്മെൻറ്റ്സ്, ഫേഷ്യൽ മസിൽസിനെ കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ചെയ്യുന്ന ട്രാക്റ്റാണ് കോർട്ടിക്കോ ബൾബാർ ട്രാക്ട്. അത് ആക്ച്വലി നമ്മുടെ ഫേസിൻ്റെ ഇപ്പോൾ ഫേഷ്യൽ എക്സ്പ്രഷൻസ് വരുത്താൻ, അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ടങ് മൂവ്മെൻറ്റ്സ്, അതുപോലെ തന്നെ ച്യൂയിങ്, പിന്നെ swallowing, ഇങ്ങനെയുള്ള പ്രോസസ്സസ് അതിനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ട്രാക്റ്റാണ് കോർട്ടിക്കോ ബൾബാർ ട്രാക്ട്. അതിനെ കോർട്ടിക്കോ ന്യൂക്ലിയർ ട്രാക്ട് എന്ന് പറയും. ഇത് വേറൊരു വീഡിയോയിൽ വീണ്ടും ചെയ്യുന്നതാണ്. ഇപ്പം നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്ന കോർട്ടിക്കോ സ്പൈനൽ ട്രാക്ട് ആണ്. സോ കോർട്ടിക്കോ സ്പൈനൽ ട്രാക്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് കൺട്രോൾസ് ദി വോളണ്ടറി മൂവ്മെൻറ്റ്സ് ഓഫ് ദി ബോഡി. അതായത് കഴുത്തിന് താഴെ വരുന്ന എല്ലാ ഭാഗത്തുള്ള സ്കെലിറ്റൽ മസിൽസിന്റെ മൂവ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നത് കോർട്ടിക്കോ സ്പൈനൽ ട്രാക്ട് ആണ്. സോ കോർട്ടിക്കോ സ്പൈനൽ ട്രാക്ട് വീണ്ടും 2 ടൈപ്പായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം.
അത് അതിൻ്റെ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ അതൊരു ട്രാക്റ്റ് പാസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ചെറിയ ഇതാണ്. അപ്പോൾ അത് 2 ടൈപ്പ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്: ലാറ്ററൽ കോർട്ടിക്കോസ്പൈനൽ ട്രാക്ട് ആൻഡ് ആൻറ്റീരിയർ കോർട്ടിക്കോസ്പൈനൽ ട്രാക്ട്. അപ്പോൾ അതിൽ ലാറ്ററൽ കോർട്ടിക്കോസ്പൈനൽ ട്രാക്ട് കൺട്രോൾസ് ദി ഫൈൻ മൂവ്മെന്റ്സ് ഓഫ് ആർംസ് ആൻഡ് ലെഗ് ആൻഡ് ആൻറ്റീരിയർ കോർട്ടിക്കോസ്പൈനൽ ട്രാക്ട് കൺട്രോൾസ് ദി ആക്ഷൻസ് ഓഫ് ആക്സിയൽ മസിൽസ്. അപ്പോൾ നമ്മുടെ കൈകാലുകളിലുള്ള മൂവ്മെന്റ്സ്, ഇപ്പോൾ ഫിംഗർ ടിപ്സിലോ അല്ലെങ്കിൽ ടോസിലോ ഒക്കെ ഉണ്ടാവുന്ന മൂവ്മെന്റ്സിനെ കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും ഒക്കെ ലാറ്ററൽ കോർട്ടിക്കോസ്പൈനൽ ട്രാക്ട് ആണ്. അതേസമയം നമ്മുടെ ട്രങ്ക് പോർഷനിൽ വരുന്ന മൂവ്മെന്റ്സിനെ കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ചെയ്യുന്നത് ആൻറ്റീരിയർ കോർട്ടിക്കോസ്പൈനൽ ട്രാക്റ്റും ആണ്. സോ ഇതിൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ട്രാക്റ്റ് ഫങ്ഷൻ ചെയ്യുന്നത് എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ കോർട്ടിക്കോസ്പൈനൽ ട്രാക്ട് അത് ഒറിജിനേറ്റ് ചെയ്യുന്നത് മോട്ടോർ കോർട്ടെക്സിൽ നിന്നാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു പ്രൈമറി മോട്ടോർ ഏരിയ ഉണ്ട്, പ്രീ മോട്ടോർ ഏരിയ ഉണ്ട്, സപ്ലിമെൻ്ററി മോട്ടോർ ഏരിയ ഉണ്ട്, അങ്ങനെ പറഞ്ഞ കുറേ ഏരിയാസ് ഉണ്ട് മോട്ടോർ കോർട്ടെക്സിൽ എന്ന് പറഞ്ഞിരുന്നു. അപ്പം ഇവിടെ പ്രൈമറി മോട്ടോർ കോർട്ടെക്സ്, അതിൽ നിന്ന് ഏകദേശം ഒരു 30% നെർവ്സ് അല്ലെങ്കിൽ ന്യൂറോൺസ് ആണ് എറൈസ് ചെയ്യുന്നത്, ഒറിജിനേറ്റ് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് 30% വരുന്നത് പ്രീ മോട്ടോർ ഏരിയ ആൻഡ് സപ്ലിമെൻ്ററി മോട്ടോർ ഏരിയയിൽ നിന്നാണ്. പിന്നെ നെക്സ്റ്റ് 40% വരുന്നത് നമ്മുടെ സൊമാറ്റോ സെൻസറി കോർട്ടെക്സ്, അതായത് സെൻസറി ഏരിയയിൽ നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻ, സെൻസറി ഏരിയയിൽ നിന്ന് വരുന്ന നെർവ്സ് ആണ് ബാക്കി 40% വരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു സ്റ്റിമുലേഷൻ പ്രൈമറി സെൻസറി ഏരിയയിലേക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്റ്റിമുലേഷനുള്ള റെസ്പോൺസ് ജനറേറ്റ് ചെയ്യാനായിട്ട് അവിടുന്ന് ഈ സെൻസറി ഏരിയയിൽ നിന്നും മോട്ടോർ ഏരിയയിലേക്ക് ഒരു 40% നെർവ്സ് പാസ് ചെയ്യും. ഓക്കെ, അപ്പോൾ കോർട്ടിക്കോസ്പൈനൽ ട്രാക്ട് ആക്ച്വലി അറൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒറിജിനേറ്റ് ചെയ്യുന്നത് പ്രൈമറി മോട്ടോർ കോർട്ടെക്സിൽ നിന്നാണ്. അത് തന്നെ കുറച്ചും കൂടി നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ മൊത്തം ഇപ്പോൾ ഒരു 100 നെർവ്സ് ഉണ്ടെങ്കിൽ ആ 100 നെർവ്സിൽ 30 നെർവ്സ് വരുന്നത് പ്രൈമറി മോട്ടോർ കോർട്ടെക്സിൽ നിന്ന്, പ്രൈമറി മോട്ടോർ ഏരിയയിൽ നിന്നാണ്. ബാക്കി 30% നെർവ്സ് വരുന്നത് പ്രീ മോട്ടോർ ഏരിയ ആൻഡ് സപ്ലിമെൻ്ററി മോട്ടോർ ഏരിയയിൽ നിന്നാണ്. ആൻഡ് റിമൈനിങ് 40% വരുന്നത് സൊമാറ്റോ സെൻസറി കോർട്ടെക്സിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ വരുമ്പോൾ ഉണ്ടാവുന്ന മൂവ്മെന്റ്സ് അല്ലെങ്കിൽ എന്താണ് അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു റെസ്പോൺസ് എന്നുള്ളത്. സോ പ്രീ മോട്ടോർ ഏരിയ അതുപോലെ തന്നെ സപ്ലിമെൻ്ററി പ്രീ മോട്ടോർ ഏരിയ മാത്രം, അതിനെ നമ്മൾ മോട്ടോർ അസോസിയേഷൻ ഏരിയ എന്നും പറയും. അത് കോംപ്ലെക്സ് ആയിട്ടുള്ള കോർഡിനേറ്റഡ് മൂവ്മെന്റ്സ്, നമ്മൾ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണെങ്കിൽ, അപ്പം നമ്മുടെ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇരുന്ന് എഴുതാൻ പോവുകയാണ്. അപ്പോൾ എഴുതാൻ പോകുമ്പോൾ കൈയാണ് മൂവ് ചെയ്യുന്നത്, പക്ഷെ നമ്മൾ ഇരിക്കണം. അപ്പോൾ ഇരിക്കണമെങ്കിൽ ആദ്യം ആ ഒരു സിറ്റിംഗ് പോസ്ചറിലേക്ക് വരണം. അത് കഴിഞ്ഞ് നമ്മൾ കൈ എഴുതാൻ പറ്റുന്ന രീതിയിൽ അതിനെ കൊണ്ടുവയ്ക്കണം. പിന്നെ കൈയിൻ്റെ അല്ലെങ്കിൽ ഫിംഗേഴ്സിൻ്റെ മൂവ്മെൻറ്റ് വേണം. അപ്പോൾ ഇതെല്ലാതും കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പ്രീ മോട്ടോർ ഏരിയ. അത് കഴിഞ്ഞ് സപ്ലിമെൻ്ററി മോട്ടോർ ഏരിയ ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല രീതിക്ക് അതിനെ പ്ലാൻ ചെയ്ത് പ്രോഗ്രാം ചെയ്യാനും ഒക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു മൂവ്മെൻ്റ് ആണെങ്കിൽ പോലും ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടാണ് അവിടെ ആ പെർട്ടിക്കുലർ മൂവ്മെൻറ്റ് നടക്കുന്നത്. എനിവേ, ഈ പറഞ്ഞ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉള്ള ആ ഒരു ഇൻഫോർമേഷൻ എല്ലാം ഈ പറഞ്ഞ പ്രൈമറി മോട്ടോർ കോർട്ടെക്സിൽ നിന്നും എറൈസ് ചെയ്തു. അവിടെ നിന്നും ആ ന്യൂറോൺസ് അല്ലെങ്കിൽ നെർവ്സ് ആദ്യം പാസ് ചെയ്യുന്നത് ഇന്റേണൽ ക്യാപ്സ്യൂൾ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിൽ കൂടിയാണ്. ഇന്റേണൽ ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബേസൽ ഗാംഗ്ലിയ ആൻഡ് തലാമസ് രണ്ടിൻ്റെയും ഇടയിൽ കാണുന്ന ഒരു ചെറിയൊരു പാർട്ടാണ്. അപ്പോൾ ഈ പ്രൈമറി മോട്ടോർ കോർട്ടെക്സിൽ നിന്ന് എറൈസ് ചെയ്യുന്ന നെർവ്സ് അതൊരു ഗ്രൂപ്പ് ഓഫ് നെർവ്സ് ആണ്. ഇങ്ങനെ വൈഡ് സ്പ്രെഡ് ആയിട്ടാണ് കിടക്കുന്നത്, സ്പ്രെഡ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ കൊറോണ റേഡിയേറ്റ എന്നാണ് പറയുക. സോ അതിങ്ങനെ റേഡിയേറ്റ് ചെയ്ത് കിടക്കുന്ന നെർവ്സ്, അതുകൊണ്ടാണ് കൊറോണ റേഡിയേറ്റ എന്ന് പറയുന്നത്. ആ കൊറോണ റേഡിയേറ്റ എല്ലാം കൂടെ ഇങ്ങനെ കൺവേർജ് ചെയ്തിട്ട്, അതായത് എല്ലാം കൂടെ ഇങ്ങനെ ചുരുങ്ങി മടങ്ങി ഒറ്റൊരു ഇതിലേക്കായിട്ട് മാറിയിട്ട് ഈ ഇന്റേണൽ ക്യാപ്സ്യൂൾ വഴി അത് പാസ് ചെയ്യും. ഇന്റേണൽ ക്യാപ്സ്യൂളിൽ കൂടെ അത് പാസ് ചെയ്ത ശേഷം അത് പിന്നെ നേരെ മിഡ് ബ്രെയിൻ, പോൺസ്, അങ്ങനെയുള്ള എല്ലാ സ്ട്രക്ചേഴ്സ് കൂടിയും പാസ് ചെയ്യും. അങ്ങനെ ഫൈനലി അത് മെഡുല്ലയിൽ എത്തുന്നു. മെഡുല്ലയിൽ എത്തുന്ന സമയത്താണ് ഇവിടെ ഒരു ചെറിയ ട്വിസ്റ്റ് വരുന്നത്. അപ്പോൾ മെഡുല്ലയിൽ എത്തുമ്പോൾ ഓൾമോസ്റ്റ് 80%, അത് പല ടെക്സ്റ്റിലും ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ട്. ചിലതിൽ 80% ആണ്, ചിലതിൽ 90% പറയാറുണ്ട്. ചില ടെക്സ്റ്റുകളിൽ അത് 75 to 80 അങ്ങനെ പല വേരിയേഷൻസും കാണാറുണ്ട്. എനിവേ, മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മേജറായിട്ട് ഏറ്റവും കൂടുതൽ
നെർവ്സ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ക്രോസ് ചെയ്യും. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നു 80% ഓഫ് ദി നെർവ്സ്, ഈ കൊറോണ റേഡിയേറ്റർ വരുന്ന 80% നെർവ്സ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ക്രോസ് ചെയ്യും. ആൻഡ് 20% നെർവ്സ് ക്രോസ് ചെയ്യാതെ സെയിം സൈഡ് കൂടെ തന്നെ പാസ് ചെയ്യും. സോ ഈ ക്രോസ് ചെയ്തിട്ടുള്ള നെർവ്സ് പാസ് ചെയ്യുന്നത് ലാറ്ററൽ ഫണിക്കുലസ് കൂടെയാണ്. അതുകൊണ്ട് അതിനെ ലാറ്ററൽ കോർട്ടിക്കോസ്പൈനൽ ട്രാക്ട് എന്ന് പറയും. അതേസമയം അൺക്രോസ്ഡ് ആയിട്ടുള്ള നെർവ്സ് അത് സെയിം സൈഡ് കൂടിയാണ് പാസ് ചെയ്യുന്നത്. അത് പാസ് ചെയ്യുന്നതോ ആൻറ്റീരിയർ ഫണിക്കുലസ് കൂടിയാണ്. അതുകൊണ്ട് അതിനെ ആൻറ്റീരിയർ കോർട്ടിക്കോസ്പൈനൽ ട്രാക്ട് എന്ന് പറയും. അങ്ങനെ ഇത് ഇപ്പോൾ മെഡുലയിലെത്തുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഏരിയ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൽ നമുക്ക് കാണിച്ചിരിക്കുന്നത് നമ്മൾ ഫേസ് ചെയ്യുന്ന റൈറ്റ് സൈഡിൽ നിന്നാണ്. അപ്പോൾ റൈറ്റ് സൈഡിൽ നിന്നുള്ള പ്രൈമറി മോട്ടോർ കോർട്ടെക്സിൽ നിന്നും കൊറോണ റേഡിയേറ്റ് അറൈസ് ചെയ്തു. അതെല്ലാം കൂടെ കൺവേർട്ട് ചെയ്തിട്ട് ഇന്റേണൽ ക്യാപ്സ്യൂൾ, മിഡ് ബ്രെയിൻ, പോൺസ്, അങ്ങനെ എല്ലാ ഭാഗത്തു കൂടിയും പാസ് ചെയ്ത് ഫൈനലി അത് മെഡുലയിലെത്തി. മെഡുലയിലെത്തിയപ്പോൾ അവിടെ നിന്നും 80% നെർവ്സ് ലെഫ്റ്റ് സൈഡിലേക്ക് ക്രോസ് ചെയ്തു. ലെഫ്റ്റ് സൈഡിലേക്ക് ക്രോസ് ചെയ്തിട്ട് സ്പൈനൽ കോഡിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ലാറ്ററൽ ഫണിക്കുലസ് കൂടിയാണ് അത് പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിന്റെ ലാറ്ററൽ കോർട്ടിക്കോസ്പൈനൽ ട്രാക്ട് എന്ന് പറയുന്നു. അതേസമയം അൺക്രോസ് ചെയ്യാതെ സെയിം സൈഡ് കൂടെ തന്നെ, അതായത് റൈറ്റ് സൈഡ് കൂടെ തന്നെ പാസ് ചെയ്തിട്ട് സ്പൈനൽ കോഡിന്റെ ആന്റീരിയർ ഫണിക്കുലസ് കൂടെ പാസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് നെർവ്സ്, അതിനെ നമ്മൾ ആന്റീരിയർ കോർട്ടിക്കോസ്പൈനൽ ട്രാക്ട് എന്നും പറയും. ഇങ്ങനെ ഈ രണ്ട് ട്രാക്സും സ്പൈനൽ കോഡിൽ എത്തുന്നു. അപ്പൊ അതിനു മുന്നേ ഈ ക്രോസ് ചെയ്യുന്ന ഏരിയ, അതായത് ബെഡുലയിൽ വെച്ചിട്ട് 80% ഓപ്പോസിറ്റ് സൈഡിലേക്ക് ക്രോസ് ചെയ്യുന്നു പറയും. ആ ക്രോസ് ചെയ്യുന്ന ഏരിയനെ നമ്മൾ ഡെക്യുസേഷൻ ഓഫ് പിരമിഡ്സ് എന്നും പറയാറുണ്ട്. ഈ നെർവ്സ് ഡെക്യുസേറ്റ് ചെയ്യുന്നു, ഓപ്പോസിറ്റ് സൈഡിലേക്ക് ക്രോസ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ മീനിങ്. അങ്ങനെ ക്രോസ് ചെയ്തിട്ട് അവർ സ്പൈനൽ കോഡിൽ എത്തുന്നു. അപ്പൊ സ്പൈനൽ കോഡിൽ എത്തിയ ശേഷം, ഇപ്പോൾ ലാറ്ററൽ കോർട്ടിക്കോസ്പൈനൽ ട്രാക്ട് ഓൾറെഡി ക്രോസ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ വീണ്ടും അവർക്ക് ക്രോസ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ആന്റീരിയർ കോർട്ടിക്കോസ്പൈനൽ ട്രാക്ട് അവർ ബെഡുലയിൽ ക്രോസ് ചെയ്തിട്ടില്ല, സെയിം സൈഡ് കൂടിയാണ് പാസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഏത് ഏരിയയിലേക്കാണോ ഇൻഫർമേഷൻ പാസ് ചെയ്യേണ്ടത്, ഏത് ലെവൽ, അതായത് നമ്മുടെ സ്പൈനൽ കോഡിന്റെ സെഗ്മെന്റ്സ് ഉണ്ടല്ലോ, സെർവൈക്കൽ, തുറാസിക്, ലംബാർ, സേക്രൽ എന്നൊക്കെ പറഞ്ഞിട്ട്, അതിൽ ഏത് സെഗ്മെന്റിൽ വെച്ചിട്ടാണ് അല്ലെങ്കിൽ ഏത് ഭാഗത്താണോ അവർക്ക് ആ ഇൻഫർമേഷൻ പാസ് ചെയ്യേണ്ടത്, ആ സെഗ്മെന്റിൽ എത്തുന്ന സമയത്ത് ഈ ആന്റീരിയർ കോർട്ടിക്കോസ്പൈനൽ ട്രാക്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ക്രോസ് ചെയ്യും. അതായത് അവർ അൺക്രോസ്ഡ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. സോ ഇപ്പൊ ഇതിൽ റൈറ്റ് സൈഡിൽ കൂടെ വരുന്നു അവര്, എന്നിട്ട് സ്പൈനൽ കോഡിൽ എത്തുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലേക്ക് ക്രോസ് ചെയ്യും. അതായത് ആന്റീരിയർ ഫണിക്കുലസിൽ നിന്നും ലെഫ്റ്റ് സൈഡിലുള്ള ആന്റീരിയർ ഹോണിൽ വന്നിട്ട് എൻഡ് ചെയ്യും. അതേസമയം ക്രോസ് ചെയ്ത് വന്നിട്ടുള്ള ലാറ്ററൽ കോർട്ടിക്കോസ്പൈനൽ ട്രാക്ടിന്റെ നെർവ്സ് ആ ലെഫ്റ്റ് സൈഡിലുള്ള ആന്റീരിയർ ഹോണിൽ വന്നിട്ട് എൻഡ് ചെയ്യും. അപ്പൊ ഇത്രയും ഭാഗം, അതായത് പ്രൈമറി മോട്ടോർ ഏരിയയിൽ നിന്ന് സ്പൈനൽ കോഡ് വരെ എത്തിയിട്ടുള്ള ഈ ന്യൂറോൺസിനെയാണ് നമ്മൾ അപ്പർ മോട്ടോർ ന്യൂറോൺസ് എന്ന് പറയുന്നത്. ഇവിടെ നിന്നും ഈ അപ്പർ മോട്ടോർ ന്യൂറോൺസ് അവരുടെ ഇൻഫോർമേഷൻ ലോവർ മോട്ടോർ ന്യൂറോൺസിലേക്ക് കൊടുക്കും. അതായത് ആന്റീരിയർ ഹോണിൽ നിന്നും എറൈസ് ചെയ്യുന്ന ന്യൂറോൺസ്, ലോവർ മോട്ടോർ ന്യൂറോൺസ്. ഈ ലോവർ മോട്ടോർ ന്യൂറോൺസ് ആ ഇൻഫോർമേഷൻ എടുത്തിട്ട് മസിൽസിലേക്ക് കൊടുക്കുന്നു. അതായത് ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ വഴി ആ ഇൻഫോർമേഷൻ മസിൽസിലേക്ക് കൊടുക്കുന്നു. അങ്ങനെയാണ് ആ മസിൽസ് കൺട്രാക്ട് ചെയ്യുന്നതും അതിനനുസരിച്ച് ബാക്കിയുള്ള പ്രോസസ്സസ് അവിടെ നടക്കുന്നതും. അപ്പൊ ഇതാണ് പിരമിഡൽ ട്രാക്ട് എന്ന് പറയുന്നത്. ഈ പിക്ചറിൽ വീണ്ടും സെയിം കാര്യം ഒന്നുകൂടിയും കാണിച്ചിരിക്കുകയാണ്. അതായത് ഇതിലിപ്പോൾ രണ്ടെണ്ണം ഒരുപോലെ കാണിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് എറൈസ് ചെയ്യുന്നു. സോ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എറൈസ് ചെയ്ത് പ്രൈമറി മോട്ടോർ ഏരിയയിൽ നിന്ന് എറൈസ് ചെയ്തു, ഇന്റേണൽ ക്യാപ്സ്യൂൾ വഴി അത് പാസ് ചെയ്തു, എന്നിട്ട് മിഡ് ബ്രെയിൻ, പോൺസ് ആൻഡ് ഫൈനലി മെഡുല്ലയിലെത്തി. മെഡുല്ലയിലെത്തിയപ്പോൾ അത് അവർ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ക്രോസ് ചെയ്തു. ദാറ്റ് ഇസ് കോൾഡ് ഡെക്യുസേഷൻ ഓഫ് പിരമിഡ്സ്. അങ്ങനെ ക്രോസ് ചെയ്ത ശേഷം ലാറ്ററൽ ഫണിക്കുലസ് കൂടെ പാസ് ചെയ്യുന്നു. അതുകൊണ്ട് അതിനെ ലാറ്ററൽ കോർട്ടിക്കോസ്പൈനൽ ട്രാക്ട് എന്ന് പറയുന്നു. സ്പൈനൽ കോഡിന്റെ ഏത് സെഗ്മെന്റിൽ വെച്ചിട്ടാണോ അവർക്ക് ലോവർ മോട്ടോർ ന്യൂറോൺസുമായിട്ട് ഇൻഫോർമേഷൻ പാസ് ചെയ്യേണ്ടത്, ആ സെഗ്മെന്റിൽ എത്തുന്ന സമയത്ത് അവർ ആന്റീരിയർ ഹോണിലേക്ക് വന്നിട്ട് എൻഡ് ചെയ്യുന്നു. അവിടെ നിന്നും ലോവർ മോട്ടോർ ന്യൂറോൺസ് ആ ഇൻഫോർമേഷൻ എടുത്തിട്ട് മസിൽസിലേക്ക് കൊടുക്കുന്നു. ഇത് കാണിച്ചിരിക്കുന്നത് ആന്റീരിയർ കോർട്ടിക്കോസ്പൈനൽ ട്രാക്ട് ആണ്. സെയിം സാധനം, ഇവിടുന്ന് കൊറോണ റേഡിയേറ്റർ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എറൈസ് ചെയ്യുന്നു, ഇന്റേണൽ ക്യാപ്സ്യൂൾ വഴി പാസ് ചെയ്യുന്നു, മിഡ് ബ്രെയിൻ, പോൺസ്
ആൻഡ് ഫൈനലി മെഡുല്ലയിൽ എത്തുന്നു. പക്ഷെ അവർ ക്രോസ് ചെയ്യുന്നില്ല, മെഡുല്ലയിൽ വെച്ചിട്ട് ക്രോസ് ചെയ്യാതെ സെയിം സൈഡ് കൂടെ പാസ് ചെയ്തിട്ട് അവിടെയുള്ള ആൻറ്റീരിയർ ഫണിക്കുലസ് കൂടെ പാസ് ചെയ്യുന്നു. അങ്ങനെ സ്പൈനൽ കോഡിന്റെ ഏത് സെഗ്മെന്റിൽ എത്തുമ്പോഴാണോ അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കേണ്ടത് ആ ഭാഗത്ത് എത്തുമ്പോൾ അവർ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ക്രോസ് ചെയ്യുന്നു. എന്നിട്ട് അവിടെ വെച്ച് എൻഡ് ചെയ്യും. ആൻറ്റീരിയർ ഹോണിൽ വെച്ചിട്ട് എൻഡ് ചെയ്യുന്നു. അവിടെ നിന്നും ലോവർ മോട്ടോർ ന്യൂറോൺസിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു. ആ ഇൻഫർമേഷൻ സ്കെലിറ്റൽ മസിൽസിലേക്ക് കൊടുക്കുന്നു. ഇതാണ് നമ്മുടെ പിരമിഡൽ ട്രാക്ട് എന്ന് പറയുന്നത്. വീണ്ടും സെയിം തന്നെ ഒന്നുകൂടിയും കാണിച്ചതാണ്. ഇതിൽ അപ്പർ മോട്ടോർ ന്യൂറോൺ എവിടെ വരുന്നു, ലോവർ മോട്ടോർ ന്യൂറോൺ എവിടെ വരുന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടി മാത്രം ഒരു പിക്ചർ വെച്ചത്. അപ്പം ഇത്രയും ആണ് നമുക്ക് പിരമിഡൽ ട്രാക്റ്റിൽ പറയാനുള്ളത്. ആൻഡ് ഇതിൽ ഈ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ കോർട്ടിക്കോസ്പൈനൽ ട്രാക്റ്റിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫൈൻ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള സ്കിൽഡ് വോളണ്ടറി മൂവ്മെൻറ്റ്സിൻ്റെ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. അതിൽ തന്നെ ലാറ്ററൽ കോർട്ടിക്കോസ്പൈനൽ ട്രാക്റ്റ് ആണ് ഫിംഗേഴ്സിൻ്റെയും ടോസിൻ്റെയും ഒക്കെ മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നത്. അതേസമയം ആൻറ്റീരിയർ കോർട്ടിക്കോസ്പൈനൽ ട്രാക്ട് എന്ന് പറയുന്നത് നമ്മുടെ പോസ്ചർ മെയിൻ്റനൻസ്, അതുപോലെ തന്നെ നടക്കുന്ന സമയത്തൊക്കെ ഉണ്ടാകുന്ന മസിൽസിൻ്റെ ആക്ടിവിറ്റി, അതിനൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് ആൻറ്റീരിയർ കോർട്ടിക്കോസ്പൈനൽ ട്രാക്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് പിന്നെ വരുന്നത് ഇതിലുള്ള അപ്പർ മോട്ടോർ ന്യൂറോൺസ് ആൻഡ് ലോവർ മോട്ടോർ ന്യൂറോൺസ് എന്താണ് എന്നുള്ളത്. ജസ്റ്റ് അതിലൊരു ഡിഫറൻസ് ആണ് ഈ ഒരു ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് 4 കാറ്റഗറിയാണ് എടുത്തിരിക്കുന്നത്. സോ ബേസ്ഡ് ഓൺ സെൽ ബോഡി, അപ്പർ മോട്ടോർ ന്യൂറോണിന്റെ സെൽ ബോഡി കിടക്കുന്നത് കോർട്ടെക്സ് ഓഫ് ദി ബ്രെയിൻ ആണ്. അതായത് നമ്മുടെ പ്രൈമറി മോട്ടോർ ഏരിയയിലാണ് അവിടെയാണ് കിടക്കുന്നത്. ആൻഡ് ലോവർ മോട്ടോർ ന്യൂറോണിന്റെ ആണെങ്കിൽ ഗ്രേ മാറ്റർ ഓഫ് ദി സ്പൈനൽ കോഡ് ആൻഡ് ബ്രെയിൻ സ്റ്റെം. ദെൻ അവർ സിനാപ്സ് ചെയ്യുന്നത്, ഇപ്പോൾ അപ്പർ മോട്ടോർ ന്യൂറോൺസ് എന്ന് പറയുന്നത് ദേ ഫോം സിനാപ്സസ് വിത്ത് ലോവർ മോട്ടോർ ന്യൂറോൺസ്. അത് ആൻറ്റീരിയർ ഹോൺ ഓഫ് സ്പൈനൽ കോഡിലാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ലോവർ മോട്ടോർ ന്യൂറോൺസ് ആണെങ്കിലോ ദേ സിനാപ്സ് വിത്ത് ദി മസിൽസ് ഇൻ ദി ബോഡി. ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ വഴിയാണ് ആ ഇൻഫർമേഷൻ കൊടുക്കുന്നത്. ദെൻ ബേസ്ഡ് ഓൺ ദെയർ ക്ലാസിഫിക്കേഷൻ, അപ്പർ മോട്ടോർ ന്യൂറോൺസ് അത് ഏത് ഭാഗത്തു കൂടെ അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ ട്രാവൽ ചെയ്യുന്നത് എന്നത് ബേസ് ചെയ്തിട്ട്, സോ ദെയർ ഓഫ് 2 ടൈപ്സ്, കോർട്ടിക്കോസ്പൈനൽ ട്രാക്ട് ആൻഡ് കോർട്ടിക്കോബൾബാർ ട്രാക്ട് എന്ന് പറയുമ്പോൾ പ്രൈമറി സെറിബ്രൽ കോർട്ടെക്സ് അല്ലെങ്കിൽ പ്രൈമറി മോട്ടോർ ഏരിയയിൽ നിന്ന് അറൈസ് ചെയ്യുന്നു. എന്നിട്ട് ഇപ്പോൾ കോർട്ടിക്കോബൾബാർ ആണെങ്കിൽ ബ്രെയിൻ സ്റ്റെം ന്യൂക്ലിയയിൽ അല്ലെങ്കിൽ വന്നിട്ട് അവിടെ വന്നിട്ട് എൻഡ് ചെയ്യുന്നു. കോർട്ടിക്കോസ്പൈനൽ ട്രാക്ട് ആണെന്നുണ്ടെങ്കിലോ സ്പൈനൽ കോഡിൽ വന്നിട്ട് എൻഡ് ചെയ്യുന്നു. ദെൻ ലോവർ മോട്ടോർ ന്യൂറോൺസ് ആണെങ്കിൽ അവർ ആക്ച്വലി 2 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ആൽഫ മോട്ടോർ ന്യൂറോൺസ് ആൻഡ് ഗാമ മോട്ടോർ ന്യൂറോൺസ്. ഇത് രണ്ടും മസിൽസിലേക്കാണ് സപ്ലൈ ചെയ്യുന്നത്. And last is based on the information carried. So upper motor neurons, they carry information from brain centers that control the muscles of the body, whereas lower motor neuron carry information passed to them from the upper motor neurons. അപ്പോൾ ഇതിൽ ഈ അപ്പർ മോട്ടോർ ന്യൂറോൺ എന്നുള്ള ഇൻഫർമേഷൻ കിട്ടാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ ലോവർ മോട്ടോർ ന്യൂറോൺ അതിനനുസരിച്ച് ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. സോ അക്കോർഡിംഗ്ലി അതിനനുസരിച്ചിട്ടുള്ള ഓരോരോ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഓരോരോ തരത്തിലുള്ള ഡിസോർഡേഴ്സ് അവിടെ ഡെവലപ്പ് ചെയ്യും. അതിൻ്റെ അപ്ലൈഡ് ആസ്പെക്റ്റ് വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പിരമിഡൽ ട്രാക്റ്റിനെ പറ്റി പഠിക്കാനുള്ളത്. ആൻഡ് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കോർട്ടിക്കോ ബൾബാർ ട്രാക്റ്റും അതുപോലെ തന്നെ എക്സ്ട്രാ പിരമിഡൽ ട്രാക്ട്സിനെയൊക്കെ പറ്റിയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.